മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് ശിരൂർ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ ലോറി ഉടമ മനാഫ്. ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും വലിയ മാനസിക സംഘർഷത്തിലാണിപ്പോഴെന്നും മനാഫ് പറഞ്ഞു. വളരെ വികാരാധീനമായിട്ടായിരുന്നു മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മനാഫിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മനാഫ് ഒരിക്കലും മതങ്ങളെ തമ്മിൽ തല്ലിക്കില്ല. അറിഞ്ഞുകൊണ്ട് ആ കുടുംബത്തോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ്. ഒരിക്കലും അവർക്കെതിരെ മോശം കമന്റ് ഇടരുത്, സൈബർ ആക്രമണം നടത്തരുത് എന്നു തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നെക്കൊണ്ട് കഴിയുന്നതിനെ പരമാവധി ഞാൻ അഭ്യർത്ഥിച്ചു. ഇതുവരെ ഞാൻ ആ കുടുംബത്തോടൊപ്പമായിരുന്നു. ഇനി എന്നെ കേസിൽ ശിക്ഷിച്ചാലും ഞാൻ അവർക്കൊപ്പമാണ്. അർജുനെ കിട്ടിയതോടെ ജീവിതത്തിൽ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു. അതില്ല. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് എടുത്ത കേസിൽ മനാഫും പ്രതിയാണ്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തിയതിനുള്ള വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. പോലീസ് ഇന്ന് അർജുന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അന്വേഷണ സംഘം പരിശോധിക്കും. സമൂഹമാധ്യമങ്ങളിൽ വർഗീയ അധിക്ഷേപം നടക്കുന്നുവെന്ന് കാണിച്ചാണ് അർജുന്റെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ, സഹോദരി അഞ്ജു, സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ നേരിട്ടെത്തിയാണ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. കുടുംബത്തിന്റെ വൈകാരികതയെ മനാഫ് ചൂഷണം ചെയ്യുകയാണെന്നടക്കമുള്ള ആരോപണങ്ങളുമായി ബുധനാഴ്ച കുടുംബം വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് അർജുന്റെ കുടുംബത്തിന് നേരെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപക ആക്രമണമുണ്ടായത്. അർജുന്റെ കുടുംബം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് മനാഫ്. അർജുന്റെ കുടുംബം തന്റെ കുടുംബമാണെന്നും പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാമെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ പേരിൽ താൻ ഫണ്ട് പിരിവ് നടത്തിയെന്ന ആരോപണവും നിഷേധിച്ച മനാഫ് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം നിലനിൽക്കുമെന്നും പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ എന്നാണ് മനാഫ് പറഞ്ഞത്. അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ തയ്യാറാണ്. അർജുന്റെ കുടുംബവുമായി കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മനാഫ് പറയുന്നുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എന്താണ് തെറ്റ്? എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം. അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അർജുന്റെ വിഷയത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ ഒന്നും വന്നിട്ടില്ലല്ലോ. അർജുനെ കിട്ടുന്നതോടെ ചാനലിന് അർത്ഥമില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആകെ 10,000 സബ്സ്ക്രൈബേഴ്സാണ് ചാനലിലുള്ളത്. അതുകൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത്? വൈകാരികത വെച്ചിട്ട് തന്നെയാണ് അർജുൻ ജനഹൃദയങ്ങളിലേക്ക് എത്തിയത്. അങ്ങനെ വൈകാരികത ആയി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോളൂ. അർജുൻ്റെ അമ്മ എൻ്റെ അമ്മയാണ്. അമ്മ എന്നെ തള്ളിപ്പറഞ്ഞോട്ടെ. അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയായി ഞാൻ കാണുന്നുണ്ട്. അവരിപ്പോഴും ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. അവരതിനു മുൻപ് പേഴ്സണലായിട്ട് പറഞ്ഞതാണ്. ഞാനതൊന്നും വകവെക്കുന്നില്ല.